ഹലോ, നമുക്ക് വെയിറ്റ് ലോസിന് പറ്റിയ ഒരു കിടിലൻ ഓട്സ് റെസിപ്പി കണ്ടാലോ? വേറൊന്നുമല്ല, ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ. ഇപ്പം അതാണല്ലോ ട്രെൻഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓട്സ് ഇട്ട ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ചിയ സീഡ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിയ സീഡ്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് ലേശം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ആൽമണ്ട് മിൽക്കാണ് കേട്ടോ. വെയിറ്റ് ലോസിനായതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള ഏതെങ്കിലും പ്ലാൻ ബേസ്ഡ് മിൽക്ക് ചേർക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേൻ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇന്ന് എടുത്തു വെച്ച ശേഷം അടുത്ത ദിവസം രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി ഫ്രൂട്ട്സ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചിക്കു, ബ്ലൂബെറി, സ്ട്രോബെറി, ആപ്പിൾ, പഴം ഇതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നട്ട്സ് ഒന്നും ഇപ്പോൾ തൽക്കാലം ചേർത്ത് കൊടുക്കുന്നില്ല, ഫ്രൂട്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത ദിവസം രാവിലെ എന്തുണ്ടാക്കുന്നുള്ള ഒരു ടെൻഷൻ വേണ്ട, ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് കൊണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കാം. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ നമുക്കിത് കഴിക്കുന്ന സമയത്ത് എടുത്ത് കഴിക്കാം കേട്ടോ. ഞാൻ അടുത്ത ദിവസം രാവിലെ എടുത്തപ്പോൾ ആ ഓട്സും ചിയ സീഡ്സും എല്ലാം പാലിൽ ഇങ്ങനെ കുതിർന്ന് നല്ല കട്ടിയായിട്ട് നല്ല കഴിക്കാൻ പരുവത്തിന് വന്നിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ.